അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗം ഇപ്പോൾ വലിയ ചർച്ച വിഷയമായിരിക്കുകയാണല്ലോ. ഈ രോഗത്തിന് നമുക്ക് മൂത്രം പരീക്ഷിച്ചൂടെ? ശരിയാണ്, തീർച്ചയായും പരീക്ഷിക്കാം. ദോഷകരമായ സൈഡ് ഇഫക്റ്റുകളൊന്നും തന്നെ ഉണ്ടാവില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു മാരക രോഗമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ആരംഭിച്ചപ്പോഴും ഇത്തരമൊരു ഭയം ജനങ്ങളിൽ പടർന്നു പിടിച്ചിരുന്നു. ഏകകോശ ജീവിയാണ് അമീബ. അമീബയുള്ള വെള്ളം വയറ്റിലേക്ക് പോയാൽ പ്രശ്നമൊന്നുമില്ല. നാസാരന്ധ്രങ്ങളിലൂടെ വെള്ളം അകത്ത് കയറുമ്പോൾ അമീബ മസ്തിഷ്കത്തിലേക്ക് കടക്കുന്നു എന്നാണ് പറയുന്നത്. മസ്തിഷ്ക ഭോജനം നടത്തുന്ന ഈ അമീബകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. നെഗ്ലേറിയ ഫൗലേരി എന്ന അമീബയാണ് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത്. മനുഷ്യൻ്റെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് പൊതുവെ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്ന രോഗകാരികളെ ചെറുക്കാനുള്ള ശേഷിയുണ്ട്. അമീബയ്ക്കെതിരെയും അവയെ പ്രതിരോധിക്കുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ആൻറ്റിബോഡികൾ മൂത്രത്തിലേക്ക് ഫിൽറ്റർ ചെയ്ത് വരുന്നുണ്ട് എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. രക്തത്തിലെ ആൻറ്റിബോഡികളോടൊപ്പം മൂത്രത്തിലെ ആൻറ്റിബോഡികൾ കൂടി റീസൈക്കിൾ ചെയ്യുമ്പോൾ രോഗപ്രതിരോധം കൂടുതൽ ശക്തമാകും. നെഗ്ലേറിയ ഫൗലേരി എന്ന അമീബയ്ക്ക് രക്തത്തിനും മസ്തിഷ്കത്തിനും ഇടയിലുള്ള അതിർവരമ്പിനെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ BBB എന്ന് പറയും, മറികടന്ന് നേരെ തലച്ചോറിൽ പ്രവേശിക്കാൻ കഴിയും. ഈ കോളറ അണുക്കളെ അമീബ സൊല്യൂഷൻ അഥവാ ലൈസൈറ്റുകൾ അതുമായി പ്രതിപ്രവർത്തിപ്പിക്കുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന ആൻറ്റിബോഡികൾ, അതായത് IgA, IgG എന്നിവ സ്രവിക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. രോഗാണുക്കളെ ചെറുക്കുന്ന ചെറു പ്രോട്ടീനുകളായ സൈറ്റോകൈൻസ് ഇതിൻ്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് കണ്ടെത്തിയത്. ഇത് പ്രതിരോധ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. രക്തത്തിനും തലച്ചോറിനും ഇടയ്ക്കുള്ള അതിർവരമ്പ് തരണം ചെയ്ത് മസ്തിഷ്കത്തിലേക്ക് കടക്കാൻ ആൻറ്റിബോഡികൾക്കും മൂലകോശങ്ങൾക്കും കഴിയും. അതിനാൽ മറ്റ് രോഗങ്ങൾക്ക് പരീക്ഷിക്കുന്നത് പോലെ തന്നെ മസ്തിഷ്ക ജ്വരത്തിൻ്റെ കാര്യത്തിലും മൂത്രം ഫലിക്കുമോ എന്ന് പരീക്ഷിക്കാവുന്നതാണ്. മറ്റ് പല രോഗങ്ങളും മൂത്രപരീക്ഷണത്തിലൂടെ സുഖപ്പെട്ടതായി അനുഭവമുണ്ട്. മൂത്രപാനവും നാസാരന്ധ്രങ്ങളിലൂടെയുള്ള മൂത്രനസ്യവും പ്രയോജനം ചെയ്യാനിടയുണ്ട്. ഇതുകൊണ്ട് ദോഷമുണ്ടാകും എന്ന് ഭയപ്പെടുന്നതിൽ കഴമ്പൊന്നുമില്ല. ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ 7 മാസക്കാലം നമ്മൾ എല്ലാവരും മൂത്രം കുടിക്കുകയും നാസാരന്ധ്രങ്ങളിലൂടെ മൂത്രം ശ്വാസകോശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് ഗർഭസ്ഥ ശിശു ആരോഗ്യത്തോടെ രോഗബാധയില്ലാതെ ഇൻഫെക്ഷൻ ഇല്ലാതെ വളർന്നു വികസിച്ചത്. മൂത്രത്തിലുള്ളത് ഹോർമോണുകളും എൻസൈമുകളും വൈറ്റമിനുകളും ധാതുലവണങ്ങളും മാത്രമല്ല, രോഗനാശക ശേഷിയുള്ള ആൻറ്റിബോഡികളും കോശനവീകരണ ശേഷിയുള്ള മൂലകോശങ്ങളും പോലുള്ള ഉത്തമ പോഷകങ്ങളും ഔഷധങ്ങളുമാണ്. യൂറിൻ പ്രയോഗത്തോടൊപ്പം ആഹാരത്തിലും ശ്രദ്ധിച്ചാൽ മതി. മഞ്ഞളിലെ കുർക്കുമിൻ എന്ന ഘടകത്തിന് വിഷാംശങ്ങളെ നശിപ്പിക്കാൻ കഴിവുണ്ട്. രോഗാണുക്കളെ ചെറുക്കാനും നീർവീക്കം കുറക്കാനും ഇതിന് കഴിയും. അതുപോലെ വെളുത്തുള്ളിക്കും രോഗാണുക്കളെയും നീർവീക്കത്തെയും തടയാൻ കഴിയും. വൈറ്റമിൻ C അടങ്ങിയ ഭക്ഷണവും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. മൂത്രത്തിൽ സിങ്ക്, സെലേനിയം, കോപ്പർ മുതലായ ഘടകങ്ങളുണ്ട്. അതുപോലെ വേപ്പ്, മുരിങ്ങ എന്നിവയും പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതാണ്. രക്തത്തെ ക്ഷാരാവസ്ഥയിൽ നിലനിർത്തുന്ന ഭക്ഷണത്തോടൊപ്പം മൂത്രപാനം, ലേപനം, നസ്യം എന്നിവ രോഗത്തെ ചെറുക്കാൻ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ശാസ്ത്രലോകം പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടില്ലെങ്കിലും പാർശ്വദോഷങ്ങളില്ലെന്ന് അനുഭവത്തിൽ അറിയുന്ന സ്ഥിതിക്ക് നമുക്ക് സ്വന്തം ജീവിതത്തിൽ യൂറിൻ പരീക്ഷിക്കാൻ അവകാശമുണ്ട്. നന്ദി.